ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ളോഗർ. അപ്പോൾ ദാ ഇന്ന് 1-2 പുഴമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി ഇടയ്ക്കൊക്കെ കോരിവലയും ചൂണ്ടയൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോവാറുണ്ട്. അപ്പോൾ ഞണ്ടോ കരിമീനോ ചെമ്പല്ലിയോ ഏട്ടയോ അല്ലെങ്കിൽ പൗടിമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കൊരു കറിക്കുള്ള മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. മണിക്കൂറുകളോളം ഇരുന്നിട്ടും ഒന്നും കിട്ടാതെ അവസാനം ചൂണ്ടയിടാൻ കൊണ്ടുപോയ മീൻ വരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് പോകുന്ന ദിവസങ്ങളും ഉണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ. എന്ത് പറഞ്ഞാലും മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മീൻ പിടിക്കാൻ പോവാന്നുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് 2 ചെമ്പല്ലിയും ഒരു വാലാത്തനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തല എടുത്തിട്ട് തലക്കറിയും വെക്കാം. കുറച്ച് വലിയൊരു ചെമ്പല്ലി ഉണ്ട്, അതെടുത്തിട്ട് മീൻ പൊള്ളിച്ചെടുക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി മുറിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കാമെന്നേ. അങ്ങനെ ഏട്ടൻ തന്നെ മീനൊക്കെ രാവിലെ തന്നെ മുറിച്ച് വൃത്തിയാക്കി കഷ്ണങ്ങളൊക്കെ ആക്കി തന്നു കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കുഴച്ച് ചേർത്ത് വെച്ചു കേട്ടോ. ഒരു 1-1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിൻ്റെ ശേഷം പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും രാവിലെ തന്നെ മീനൊക്കെ മുളക് തേച്ച് വെച്ചതിൻ്റെ ശേഷം രാത്രിയിലാണ് എടുത്ത് പൊരിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായി അതിലേക്ക് പിടിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ച് മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് പൊരിക്കാൻ തുടങ്ങിയേ. ഒരു ട്രിപ്പ് എടുത്ത് പൊരിച്ചതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടും കുറച്ച് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തതിൻ്റെ ശേഷമാണ്. അങ്ങനെ ബാക്കിയുള്ള മീനും കൂടെ പൊരിച്ച് അങ്ങനെ വെളിച്ചെണ്ണയിൽ എടുക്കുകയാണ് കേട്ടോ. സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. ഇവിടെ എങ്ങും നിൽക്കാൻ വയ്യ. മീൻ പൊരിച്ചെടുക്കുന്നതിൻ്റെ മണം കൊണ്ട് പാറുമോളും അവിക്കുട്ടനൊക്കെ അടുക്കളയിലെത്തിയേ. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പൊരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പോയിട്ട് പിന്നെ വരാം കേട്ടോ. നമ്മളെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ അമർത്താനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്നാൽ പിന്നെ ഇപ്പോൾ പോയിട്ട് പിന്നെ വരാം കേട്ടോ.